ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ MG രാജൻ ആസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ഞാനതിവേഗത്തിൽ എന്നുരച്ചു പോയവനെ വന്നിടും, ഞാനതിവേഗത്തിൽ എന്നുരച്ചു പോയവനെ വന്നു നിൻ മഹിമയിൻ രാജ്യമതിൽ ചേർക്കുവാൻ ആശയാൽ ഞാൻ കാത്തിടുന്നേ. വന്നു നിൻ മഹിമയിൻ രാജ്യമതിൽ ചേർക്കുവാൻ ആശയാൽ ഞാൻ കാത്തിടുന്നേ. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. മലാക്കി പ്രവാചക പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചത്. അതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ ആ വാക്യം ഒന്നുകൂടി വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇപ്പോഴോ പുരോഹിതന്മാരെ, ഈ ആജ്ഞ നിങ്ങളോടാകുന്നു. നിങ്ങൾ കേട്ടനുസരിക്കുകയും എൻ്റെ നാമത്തിന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മനസ്സ് വയ്ക്കുകയും ചെയ്യാഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മേൽ ശാപം അയച്ച് നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെയും ശപിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചത് കർത്താവ് പുരോഹിതന്മാർക്ക് നൽകുന്ന കൽപ്പനയെക്കുറിച്ചാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു എന്നാണ് ഈ ഭാഗത്ത് നാം വായിച്ചത്. ഇപ്പോഴോ പുരോഹിതന്മാരെ എന്നാണ്. ഇപ്പോൾ ഈ സമയത്ത് ദൈവം ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുക, ഇസ്രായേലിലെ പുരോഹിതന്മാരോട് സംസാരിക്കുക, കൽപ്പിക്കുകയാണ്. എന്താ പറയുന്നത്? ആജ്ഞാപിക്കുന്നു. എന്താ ആജ്ഞാപിക്കുന്നത്? ദൈവം ഞാൻ നിങ്ങളോടൊരു കൽപ്പന, നിങ്ങൾക്കൊരു ചെയ്യാനായിട്ടൊരു കാര്യം തരികയാണ്. ഒരു കൽപ്പനയാണിത്, അനുസരിച്ചേ പറ്റൂ എന്നുള്ള വിധത്തിലാണ് ദൈവം അവരോട് സംസാരിക്കുന്നത്. ഒഴുക്കൻ മട്ടിൽ, തണുപ്പൻ മട്ടിൽ മാറിപ്പോകാനായിട്ടല്ല, മറിച്ച് നിങ്ങളിത് ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ ശപിക്കപ്പെട്ടവരായി തീരും. എൻ്റെ ആഗ്രഹം നിങ്ങളിത് ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരണം. അതാണ് ദൈവത്തിൻ്റെ പ്രതീക്ഷ, ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ സന്തോഷം. അതിലൊന്നാമത്തെ കാര്യം തിരുവചനം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. അതിൻ്റെ 2-ാമത്തെ കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ നാമത്തിന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മനസ്സ് വെക്കണം എന്നുള്ളതാണ്. 2-ാമത്തെ കാര്യം എൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കുവാൻ മനസ്സ് വെക്കണം എന്നാണ്. അപ്പോൾ ദൈവനാമത്തിന് മഹത്വം കരയറ്റണം എന്നാണ് 2-ാമത്തെ കാര്യം. ആ മഹത്വം കരയറ്റുക അതിന് മനസ്സ് ആവശ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ നല്ല മനസ്സ്, ശുദ്ധമായ മനസ്സ്, താല്പര്യമുള്ളൊരു മനസ്സ്, സന്തോഷമുള്ളൊരു മനസ്സ് ആവശ്യമുണ്ട് എന്നാണ് പ്രവാചകൻ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ദൈവം ഇസ്രായേലിലെ പുരോഹിതന്മാരോട് സംസാരിക്കുന്ന കാര്യങ്ങളായത്. ദൈവം അവരോട് സംസാരിക്കുക, സ്നേഹത്തോടെ വിളിച്ച് സംസാരിക്കുക, അവരോട് കനിവ് കാണിക്കേണ്ടതിന് ദൈവം സംസാരിക്കുക, അവരുടെ മേൽ വരാനിരിക്കുന്ന ശാപത്തിൽ നിന്ന് അവർക്ക് വിടുതൽ ലഭിക്കേണ്ടതിന് അവർക്ക് ബുദ്ധി ഉപദേശിച്ചൊരു കൽപ്പനയായിട്ട് ദൈവം അവരോട് സംസാരിക്കുക. എന്നിട്ട് അവരോട് പറയുകയാണ്, എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾ ശപിക്കപ്പെട്ടവരാകണമെന്നല്ല, മറിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഒന്ന്, നിങ്ങൾ എൻ്റെ വചനം കേട്ട് അനുസരിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് ദൈവം പറയുക. 2-ാമത്തെ കാര്യം അവിടെ പറയുന്നത് എന്താണ്? എൻ്റെ നാമത്തിന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മനസ്സ് വെക്കണം. 1-ാം അധ്യായം നാം വായിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ അവർ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഒന്നും ചെയ്തതായിട്ട് കാണുന്നില്ല. പിന്നെയോ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്തു പോന്നെയോ. അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്തു എന്നുള്ളതല്ല, മറിച്ച് അവരെന്തോ ഒരു വാശിയുടെ പുറത്ത്, അല്ലെങ്കിൽ ഒരു മനസ്സില്ലാതെ, ദൈവം ഈ വലിയൊരു ഭാരമാണല്ലോ ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്നത് എന്നുള്ള മനോഭാവത്തിൽ, താല്പര്യമില്ലാതെ, ദൈവത്തിന് പ്രസാദമില്ലാത്ത വിധത്തിൽ അവർ ദൈവത്തിന് എന്തൊക്കെയോ ചെയ്യുകയായിരുന്നു. എന്നാൽ ദൈവം ഇവിടെ പറയുകയാണ്, നിങ്ങൾ മനസ്സ് വെച്ച് ചെയ്യണം. ഒരു നല്ല മനസ്സുണ്ടാകണം. എന്തു ചെയ്യാനായിട്ടാണ്? എൻ്റെ നാമത്തിന് മഹത്വം കരയേറ്റാനായിട്ട്. യഹോവയാം ദൈവം, അത്യുന്നതനായ ദൈവം
ആ നാമം എത്ര ഭയങ്കരം! പണ്ട് ഇസ്രായേൽ അത് നാവിൽ മേലെടുക്കുവാൻ ഭയപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് ആ നാമത്തിന് മഹത്വം കരേറ്റാതെ ഇസ്രായേൽ താഴേക്ക് വീണിരിക്കുക. പ്രത്യേകിച്ച് അതിന് മഹത്വം കരയേറ്റുണ്ടെന്ന് പുരോഹിതന്മാർ ആ മഹത്വം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. നോക്കണം പ്രിയരെ, എത്ര സങ്കടകരമായ കാര്യമാണിത്. ദൈവം അത്യുന്നതനായവൻ, സർവശക്തനായവൻ, സ്വർഗത്തിൽ വസിക്കുന്നവൻ, ഇസ്രായേലിനെ പരിപാലിച്ചവൻ, സൂക്ഷിച്ചവൻ, അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവന്ന് മരുഭൂമിയിലൂടെ നടത്തി, ചെങ്കടലിനെ രണ്ടായിട്ട് വിഭാഗിച്ച്, ജോർദാനെ വിഭാഗിച്ച്, മരുഭൂമിയിൽ അവർക്ക് വേണ്ടുന്ന മന്ന കൊടുത്ത്, കാടപ്പക്ഷിയെ കൊടുത്ത്, ദാഹിച്ചപ്പോൾ വെള്ളം കൊടുത്ത്, സുലഭമായ നിലകളിൽ അവരെ നടത്തിക്കൊണ്ടുവന്ന് അവരെ കനാൻ ദേശത്താക്കി, അവരെ അവിടെ സമൃദ്ധിയിലേക്ക് നടത്തി, രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും എല്ലാം നൽകി, ദേശം നൽകി, ദേശത്തെ വിശാലമാക്കി, സ്വസ്ഥത നൽകി, സമാധാനം നൽകി, അനുഗ്രഹം നൽകി അവരെ പോഷിപ്പിച്ചു കൊണ്ടുവന്ന ദൈവം അവർക്ക് പ്രമാണങ്ങളെ നൽകി അനുഷ്ഠിക്കാനും ആചരിക്കാനും ക്രമീകരണങ്ങളെ ദൈവം നൽകിക്കൊടുത്തു. ആ ദൈവം അവർക്ക് ആരാധന ആലയത്തെ ഒരുക്കി കൊടുത്തു. അതിൻ്റെ ശരിയായ മഹത്വത്തിൽ ശലോമോനും ദാവീദും ശലോമോനും ചേർന്ന് അതിനെ പടുത്തുയർത്തി. ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി ശലോമോൻ ദൈവത്തെ ആരാധിച്ചു. ഭക്തന്മാർ ദൈവസന്നിധിയിൽ ആരാധന അർപ്പിച്ചു. ദൈവത്തെ മഹത്വം കരേറ്റി. അവർ ദൈവത്തെ സ്തുതിച്ചു. ദൈവത്തിൻ്റെ ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരേറ്റി. ഈ 103 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ദൈവത്തിന് ശരിയായിട്ടുള്ള മഹത്വം ഹൃദയത്തിൽ നിന്ന് നന്ദിയുള്ള ഹൃദയത്തോടെ അവർ ദൈവത്തിന് നന്ദി പറഞ്ഞു, സ്തുതിച്ചു, സ്തോത്രം ചെയ്തു, ആരാധിച്ചു. എന്നാൽ പ്രിയമുള്ളവരെ, ആ ഇസ്രായേൽ എത്രത്തോളം ദൈവത്തിന് മഹത്വം കരേറ്റിയവനെ ആരാധിച്ചുവോ, ഇന്ന് ആ ആരാധന, ആ മഹത്വം ദൈവത്തിന് കൊടുക്കാതെ ഇസ്രായേൽ ഏറ്റവും ആത്മീയമായിട്ട് താഴേക്ക് വീണിരിക്കുകയാണ്. അവർ ദൈവത്തിന് മഹത്വം കരേറ്റുകയല്ല, മറിച്ച് അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്. ദൈവം ആഗ്രഹിക്കാത്തതും ദൈവം ചോദിക്കാത്തതും ദൈവം പ്രതീക്ഷിക്കാത്തതും ദൈവത്തിന് താല്പര്യമില്ലാത്തതും അവർ ദൈവത്തിന് ആരാധന എന്ന പേരിൽ അർപ്പിക്കുകയാണ്. അവിടെ മഹത്വം കരയേറ്റിലല്ല നടക്കുന്നത്, മറിച്ച് ദൈവനാമം ദുഷിക്കപ്പെടുകയാണ്. ഇവിടെ ദൈവം ഇസ്രായേലിനോട്, പുരോഹിതന്മാരോട് പറയല്ലയോ പുരോഹിതന്മാരെ, എൻ്റെ നാമത്തിനും മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മനസ്സ് വയ്ക്കണം എന്നാ പറയും. എൻ്റെ നാമം എത്രയോ ശ്രേഷ്ഠമാണ്. 1-ാം അധ്യായത്തിൽ നാം കണ്ടു, ജാതികൾ വിറയ്ക്കുന്ന നാമം, ഉന്നതമായ നാമം, സറാഫുകളും ദൂതഗണങ്ങളും ആരാധിക്കുന്ന നാമം, മൂപ്പന്മാർ വീണ് നമസ്കരിക്കുന്ന നാമം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം, യഹോവയാം ദൈവത്തിൻ്റെ നാമം. ആ നാമത്തിന് തക്ക മഹത്വം കരയറ്റണം. ദൈവത്തെ നാം ദുഷിക്കുന്നവരായിട്ടല്ല, അപമാനിക്കുന്നവരായിട്ടല്ല, നിന്ദിക്കുന്നവരായിട്ടല്ല തീരേണ്ടത്. നാമത്തിന് തക്ക മഹത്വം കൊടുപ്പാൻ നമുക്ക് കഴിയണം. പുരോഹിതന്മാരോട് പറയുകയാണ്, നിങ്ങളതിന് മനസ്സ് വയ്ക്കണം. ഇന്നീ കാര്യം രാജീയ പുരോഹിത വർഗമായ എന്നോടും താങ്കളോടുമാണ് ദൈവം പറയുന്നത്. നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്. പത്രോസിൻ്റെ ലേഖനത്തിൽ അതങ്ങനെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുക. ദൈവമാണ് ആ പദവി നമുക്ക് തന്നത്. ദൈവമാണ് ആ സ്ഥാനം നമുക്ക് വേണ്ടി തന്നത്. പാപികളും ദോഷികളുമായിരുന്ന നമ്മെ ദൈവം കാൽവരിയിലെ ക്രൂശിലെ മരണം മുഖാന്തരം വിടുവിച്ച് രക്ഷിച്ച് നമ്മുടെ അനേകമായിരിക്കുന്ന പാപങ്ങളെ കഴുകി. പൗലോസ് പറയുന്ന പോലെ, പാപികളിൽ ഞാൻ പ്രധാനി. ഞാൻ പറയുകയാണെങ്കിൽ പാപികളിൽ ഞാനായിരുന്നു ഒന്നാമൻ, പൗലോസിനേക്കാൾ പാപി ഞാനായിരുന്നു. എന്നാൽ എനിക്ക് വേണ്ടി കാൽവരിയിലെ ക്രൂശിൽ തൻ്റെ ചുടുനിണം ചൊരിഞ്ഞ് എന്നെ വീണ്ടെടുത്ത, എനിക്ക് നിത്യജീവനെ തന്ന, നിത്യമായ സമാധാനവും സന്തോഷവും തന്ന, എന്നെ ഒരു മനുഷ്യനാക്കി തീർത്ത ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിന് ഒത്ത, ദൈവത്തിന് തക്ക ആ നാമത്തിൻ്റെ മഹത്വം കരേറ്റുവാൻ ഞാൻ മനസ്സ് വെച്ചില്ലെങ്കിൽ, ഞാൻ എത്രയോ നീചനാണ്, എത്രയോ മോശക്കാരനാണ്, നന്ദിയില്ലാത്തവനാണ്, ഹൃദയശൂന്യനാണ്. അങ്ങനെ വരാൻ പാടില്ല എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഞാൻ മാത്രമല്ല, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ശ്രോതാവേ, താങ്കളും ഈ നാളുകളിൽ ദൈവനാമത്തിന് തക്ക മഹത്വം കരയേറ്റുന്ന ഒരാളായിട്ടാണോ ഇരിക്കുന്നത്? ദൈവത്തിന് തക്ക മഹത്വം കരയേറ്റുന്നുണ്ടോ, കൊടുക്കുന്നുണ്ടോ? അതോ
കേവലം ഒരു വിശ്വാസി എന്ന പേരിൽ, ഞാൻ കേവലം ഒരു രക്ഷിക്കപ്പെട്ടവനാണെന്ന പേരിൽ, ഞാനും ഒരു ക്രിസ്ത്യാനിയാണ്, ഞാനും ഒരു ദൈവവൈതലാണ്, ഞാനും പള്ളിയിൽ പോകുന്ന, ചർച്ചിൽ പോകുന്ന, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആത്മീയ കാര്യങ്ങൾക്കൊക്കെ ആ നിലയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് എന്നും പറഞ്ഞ് കേവലം ജീവിക്കുന്ന ഒരുവനാണ്. ഇവിടെ ദൈവം ആഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ്, പുരോഹിതന്മാരെ, എൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം നിങ്ങൾ മനസ്സ് വയ്ക്കണം എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. നിങ്ങൾ മനസ്സ് വയ്ക്കണം, മനസ്സ് വയ്ക്കണം. മനസ്സുണ്ടെങ്കിൽ ഏത് കാര്യവും നടക്കുമെന്ന്. അപ്പോൾ മനസ്സ് വച്ചാൽ ശരിയായിട്ടുള്ള ഭക്തി, ശരിയായിട്ടുള്ള ക്രിസ്തീയ ജീവിതം നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവും. പലപ്പോഴും ഇത് മനസ്സില്ലാത്തത് കൊണ്ടാണ് ആരാധനയ്ക്ക് പോലും പോകാത്തത്, മനസ്സില്ലാത്തത് കൊണ്ടാണ് വേദപുസ്തകം വായിക്കാത്തത്, മനസ്സില്ലാത്തത് കൊണ്ടാണ് പ്രാർത്ഥിക്കാത്തത്, മനസ്സില്ലാത്തത് കൊണ്ടാണ് കുടുംബ പ്രാർത്ഥന നടത്താത്തത്, മനസ്സില്ലാത്തത് കൊണ്ടാണ് ദൈവത്തെ ഭയഭക്തിയോടെ സേവിക്കാത്തത്, മനസ്സില്ലാത്തത് കൊണ്ടാണ് ഒരു ശുശ്രൂഷ പോലും ചെയ്യാതെ വെറുതെ സഭയിൽ വന്ന് മിണ്ടാതിരിക്കുന്നത്, മനസ്സില്ലാത്തത് കൊണ്ടാണ് ഒരു കാര്യവും ചെയ്യാതെ സഭയ്ക്കൊരു പ്രയോജനമില്ലാത്തവനായിരിക്കും, മനസ്സില്ലാത്തത് കൊണ്ടാണ് ഒരു രൂപ പോലും സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കാത്തത്, മനസ്സില്ലാത്തത് കൊണ്ടാണ് ഒരു ട്രാക്ട് പോലും ഒരാൾക്ക് കൊടുക്കാത്തത്, മനസ്സില്ലാത്തത് കൊണ്ടാണ് നമ്മെ വീണ്ടെടുത്ത ക്രിസ്തുവിൻ്റെ സാക്ഷ്യം പറഞ്ഞ് ഒരാളോട് പോലും ഒരു സാക്ഷ്യം പങ്കുവെക്കാത്തത്, മനസ്സില്ലാത്തത് കൊണ്ടാണ് ഒരു രോഗിയെപ്പോലും സ്വന്തം സഭയിലോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരുടെ അടുത്ത് പോലും ഒരു പ്രാവശ്യം പോലും പോയി അവരോടൊപ്പം സമയം ചെലവിടാത്തത്, മനസ്സില്ലാത്തത് കൊണ്ടാണ് ഒരു കാര്യവും ചെയ്യാതെ ഒരു പ്രയോജനമില്ലാത്തവനായിട്ട് വെറുതെ ഒരു ക്രിസ്ത്യാനി എന്ന ലേബലിൽ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, മനസ്സുള്ളവരായിട്ട് തീരണം. ഇവിടെ വായിക്കുകയാണ്, എൻ്റെ നാമത്തിന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മനസ്സ് വയ്ക്കണം, മനസ്സ് വയ്ക്കണം. അങ്ങനെ മനസ്സുള്ളവരായി ജീവിപ്പാൻ ദൈവനെയും താങ്കളെയും സഹായിക്കട്ടെ. കർത്താവ് കൃപ നൽകട്ടെ. ആമീൻ, ആമീൻ. യേശുവേ എൻ പ്രാണനായക, ജീവനെനിക്കേകിയോനേ, എൻ സങ്കടങ്ങൾ അറിഞ്ഞെൻ്റെ വൻകടങ്ങൾ തീർത്തെൻ്റെ കണ്ണുനീർ തുടച്ചല്ലോ.